വർമ്മ സാറേ, കൂടെയുള്ളവരെ കൂടെ അകത്തേക്ക് വിളിച്ചാലേ ഞങ്ങൾക്ക് ഊണ് വിളമ്പായിരുന്നു. ക്ഷമിക്കണം, ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഇമേജ് കൂടുതൽ സ്പോയിൽ ആവുമായിരുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരുമെന്ന് നാട് മുഴുവൻ അത്രയ്ക്ക് പബ്ലിസിറ്റി ആണല്ലോ ഇവൻ കൊടുത്തത്. അതുകൊണ്ട് മാത്രമാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്നോട് ഇവർ രണ്ടുപേരും ചെയ്ത ചതിക്ക് പക വീട്ടാനൊന്നും ഞാൻ നിന്നില്ലല്ലോ. ഞാനും ഒരു മനുഷ്യനാ, ഈഗോയും വാശിയും ഒക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യൻ. വർമ്മ സാറിന്റെ മനസ്സിന്റെ വിഷമമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്കൊക്കെ വർമ്മ സാർ തന്നിട്ടുള്ള സ്ഥാനവും ആദരവും ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല. കൃതിക മാഡവും രാജുവും വർമ്മ സാറിനോട് ചെയ്ത് വലിയ തെറ്റാ. കൃതിക മാഡത്തിനെ രാജു ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോ രണ്ടാളെയും പറഞ്ഞു മനസ്സിലാക്കി മാഡത്തെ വർമ്മ സാറിന്റെ അടുത്തേക്ക് തിരിച്ചുകൊണ്ടൊന്ന് ഏൽപ്പിക്കണമെന്ന് എനിക്കും രാധയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയമായിരുന്നു. ഒന്നും മറക്കാനും പൊറുക്കാനും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. രാജുവായുള്ള ആത്മബന്ധത്തിൽ വർമ്മ സാറിന് ലഭിച്ച സഹോദരിയാണെന്ന് ഞാൻ എന്നൊരിക്കൽ ആ നാവിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അത് കേട്ട് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ആ സ്ഥാനം ഇപ്പോഴും വർമ്മ സാറിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഈ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഒരിറ്റ ആഹാരം കഴിച്ചിട്ടേ ഇവിടുന്ന് മടങ്ങാവൂ. അത് പുറത്തു നിൽക്കുന്നവരെ ബോധിപ്പിക്കാനല്ല, ഈ പാവങ്ങളുടെ അപേക്ഷയാണ്. സർ, മകളുമായുള്ള സാറിന്റെ പിണക്കം സാറിനോട് വിരോധമുള്ളവർ പറഞ്ഞു പരത്തിയതാണെന്നും സർ മകളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടെന്നും ബ്ലോഗർ അരുൺ നാരായണൻ പറഞ്ഞത് സത്യമായിരുന്നോ സർ? ഇത് എത്രാമത്തെ തവണയാണ് സർ സാറിന്റെ മകളെ കാണാൻ എവിടെ എത്തുന്നത്? മകളെയും മരുമകനെയും ഇന്ന് തന്നെ വർമ്മ സാറിന്റെ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകുമോ? ഇലക്ഷൻ മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മകളുമായി പ്രശ്നമൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ വർമ്മ സാർ നടത്തുന്ന നാടകമാണിതെന്നൊരു വാദമുണ്ട്. അതിനെക്കുറിച്ച് സർ എന്ത് പറയുന്നു? നിങ്ങളെല്ലാവരോടും പിന്നെ ഈ അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ. ഇത് എന്റെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. എന്റെ വ്യക്തി ജീവിതം രാഷ്ട്രീയ ജീവിതവുമായി ഏറെ ബന്ധപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ എന്റെ കുടുംബകാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സോ പ്ലീസ് ഒന്ന് മാറി. സാർ പറഞ്ഞില്ലേ, പ്ലീസ് മാറങ്ങോട്ട്. ഹലോ, പറ രമേ. അംബിക മേഡത് എവിടെയാ? ഇവിടെ നടക്കുന്ന വല്ല അറിയുന്നുണ്ടോ? ഞാൻ ന്യൂസ് കണ്ടിരുന്നു രമ്യേ. എന്താ മേഡം ഇത്? ഞാനിവിടെ സദാസമയം എന്താ കിട്ടുന്നതെന്ന് നോക്കി രാജുവിന്റെ വീടിന്റെ പരിസരത്താ. വർമ്മ സാർ ഇവിടെ വന്നതും സ്നേഹബന്ധം പുതുക്കിയതും ഒക്കെ അംബിക മേഡത്തിന്റെ പിടിപ്പുകേടാ. അംബിക മേഡം എന്താ ഇങ്ങനെ തീരെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നേ? എന്റെ പൊന്നി രമ്യേ, ഒന്ന് ക്ഷമിക്കേ. ഞാനും ദീപക്കും ഒരു ഫംഗ്ഷനിലായിരുന്നു. നിങ്ങള് ഫംഗ്ഷനും കൂടി നടന്നോ? നാളെ അച്ഛനും മകളും ഒന്നായി രാജുവിനെ വർമ്മ സാറ് മരുമകനായി അംഗീകരിക്കുന്ന ദിവസം വരുമ്പോഴേ നിങ്ങൾ പഠിക്കും. മോളെ രമ്യേ, നീ കണ്ടോ പ്രതാപൻ അവിടേക്ക് വന്നത്? ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും ആ പണിക്ക് മറുപണി കൊടുക്കാനുള്ള ഗഡ്സും ഈ അംബികയ്ക്കുണ്ട്. അല്ല, നീ എന്താ വിചാരിച്ചത്? പ്രതാപൻ ഋതികയെ കാണാൻ വന്നത് സാരമില്ലാന്ന് വെച്ച് ഞാൻ ക്ഷമിക്കുന്നോ? ഋതിക നെഞ്ചു പൊട്ടിക്കരയുന്നത് നിനക്ക് കാണണ്ടേ? കാണണം. എങ്കിലേ കണ്ണു തുറന്നിരുന്നോ നീ. അവൾക്കുള്ള അടുത്ത കെണി ഞാൻ ഒരുക്കി കഴിഞ്ഞു. എന്തോ കഴിക്കുമ്പോ കുട്ടികള് വയറ് നിറച്ച ആഹാരം കഴിച്ചില്ലെങ്കിൽ എനിക്കെന്തോ വല്ലാത്ത വിഷമാ.
എന്റെ പൊന്നു രാധമ്മയല്ലേ, വിഷമിക്കല്ലേ. ഞാൻ രാധമ്മ പറയുന്നത് പോലെ വയറ് നിറച്ച് കഴിച്ചോളാം. ശരി മോളെ. കണ്ടോടാ മോൾ ഇന്ന് എത്ര സന്തോഷത്തിലാണെന്ന്. അത് പിന്നെ വർമ്മ സാറ് ആദ്യമായി ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്ന ദിവസമല്ലേ. ഇന്നത്തെ ഈ സന്തോഷം കാണുമ്പോ ഇതിനൊക്കെയുള്ള സ്പെഷ്യൽ ട്രീറ്റ് വേണം കേട്ടോ ഋതിക മാഡം. ഡാ ചുമ്മാരിയടാ, മോളോടാണോ നീ ട്രീറ്റ് ചോദിക്കുന്നത്? ഭാര്യയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്ക രാധമ്മ. അയ്യടാ, അവന്റെ മോഹം കണ്ടില്ലേ, ചമ്മിപ്പോയി. ഇത് യാമിനി മേഡം ആണല്ലോ. ഹലോ യാമിനി മേഡം. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്താ രാജു ചെറിയമ്മ പറഞ്ഞത്? അച്ഛൻ ഇവിടെ വന്നത് പ്രശ്നമായോ? എന്താ രാജു? അത് ഋതിക മാഡം,